അത്രയാണ് ഏറ്റവും സുന്നത്തായ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ പൈസ അത്തർ വാങ്ങാൻ വേണ്ടി ചെലവ് ചെയ്തിരുന്നു എന്ന് ഹദീസിൽ കാണാം. അത്തർ വാങ്ങാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾക്കും വാങ്ങിക്കൊടുക്കണം. നല്ല ഊദ് മസ്ക് അബിയൽ വാങ്ങിക്കൊടുക്കണം. അവർ ശരീരത്തിൽ പുരട്ടണം, വസ്ത്രത്തിലല്ല, അകത്തിങ്ങനെ ശരീരത്തിലൊക്കെ പുരട്ടണം. കുളിച്ചൊക്കെ കഴിഞ്ഞ് അവർ പറ്റണം. ബാത്റൂമിൽ ഇങ്ങനെ വെച്ചു കൊടുക്കണം. ബാത്റൂമിൽ വെച്ച ഷാമ്പാന്ന് പറഞ്ഞിട്ട് തലത്തേക്ക് വരവില്ല സാധനത്തിന്, തല 20 പൈസ കുറവാണ്. അപ്പം അതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞ് പുരട്ടാനുള്ളതാണ് സവിയാന്നും പറഞ്ഞ് പ്രത്യേകം ഇത് എഴുതി വെച്ചേക്കണം. ഇത് കുളിച്ച് കഴിഞ്ഞ് പുരട്ടുന്ന സാധനമാണ്. ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ നല്ല മസ്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കണം. മസ്ക് അബിയൽ വാങ്ങി കൊടുക്കണം. നല്ല മണമാണ് ശരീരത്തിലൊക്കെ, നല്ല റാഹത്തായിട്ട്. വിയർക്കും തോറും നല്ല മണം ഉണ്ടാവും. അതൊക്കെ ഫുലൂസ് ചിലവാകുന്ന സാധനം, അതൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കണം. ഇത് ഉമ്മ 25 രൂപയുടെ മജ്മാട് അത്രയും മേടിച്ചുകൊണ്ട് പെണ്ണുങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും. എന്തിനാ അറിയോ? എൻ്റെ അടുത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി. അത് സാധനം പരട്ടി എൻ്റെ പരിസരത്ത് പോലും മടി. മയ്യത്തിനകത്ത് മൊത്തം ഇതാ പൊതിഞ്ഞു കൊടുക്കുന്നത്. 3 ദിവസം വരെ മയ്യത്തിനെ ചോദ്യം ചെയ്യാൻ മലക്കളേ വരില്ല. കാരണം ഈ സാധനത്തിൻ്റെ സ്മെല്ല് കൊണ്ടായത്. ഈ മയ്യത്തിനോടൊക്കെ എന്തൊരു ക്രൂരതയായി കാണിക്കുന്ന സംഭവം ഈ മജുമ. എന്ത് പിന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞൊരു സാധനം, വെണ്ടയ്ക്ക പുഴുങ്ങിയതിൻ്റെ സ്മെല്ല് അതിനകത്ത് വരുന്നത്. ഒരു പ്രത്യേക ഒരു സാധനം, പേര് കേട്ടതല്ല, ജാസ്മിൻ സാധനം തന്നെയൊക്കെ തന്നെയാണ്. നല്ല ഊത് വാങ്ങിക്കൊണ്ട്, വില പിടിപ്പുള്ള സാധനമാണ്. നല്ല ഊത്, വില കൂടിയ സാധനം വാങ്ങി നിങ്ങളുടെ മയ്യത്തിന് പരട്ട്. അറബികളൊക്കെ കണ്ടില്ലേ, നല്ല ഊതൊക്കെ പുകച്ചിട്ട് അവരുടെ വസ്ത്രമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചൊക്കെ ഇങ്ങനെ നിന്ന് കൊടുക്കും, കാണാം. അങ്ങനെയൊക്കെ നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ അങ്ങ് കാണിച്ചു കൊടുക്കണം അഭിപ്രായങ്ങളൊക്കെ. ഇതൊക്കെ ഇനി ഞാൻ മസാല പറയാൻ നിന്നാൽ എൻ്റെ മസാല മണിയറ രഹസ്യമായി പോവും. ഇതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? അറബികൾക്കൊക്കെ അതറിയാം. വീട്ടിലൊക്കെ പുകയ്ക്കുക, സ്ത്രീകളുടെ വസ്ത്രങ്ങളിലൊക്കെ പുകയ്ക്കുക, അവരെ കയ്യും കാലും ഒക്കെ ഒന്ന് പൊക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് റാഹത്താക്കി ഇച്ചിരിയൊക്കെ പുകയൊക്കെ കയറുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ടാവും സംഭവം. അതൊക്കെ ഹദീസ് കിതാബിനകത്തുള്ള തന്നെ ഹദീസ് ഓതണോ? ഞാൻ ഇനി വെറുതെ തമാശ പറഞ്ഞിട്ട് എൻ്റെ ഹദീസ് ഓതുന്നില്ല, പോട്ടെ. അപ്പം അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, പള്ളിയിലും നമ്മൾ ഇത് പുകയ്ക്കണം. പള്ളിയുടെ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കണേ, ശുദ്ധിയാക്കണേ, വെടിപ്പാക്കണേ. ബാത്റൂമുകളും പരിസരങ്ങളും ഒക്കെ നല്ല പള്ളിയാണ്, അടിപൊളി പള്ളിയാണ്. പക്ഷെ ബാത്റൂമിൽ കയറിയ എല്ലാം ചളവായി സംഭവം. ഒരാളെ പ്രത്യേകം നിർത്തണം കമ്മിറ്റിക്കാർ, ഒരാളെ പ്രത്യേകമായി നിർത്തണം. അങ്ങനെ നിർത്തി അതിനുവേണ്ടി പൈസ മാറ്റിവെക്കണം. പള്ളിയും പരിസരവും ബാത്റൂമും വൃത്തിയായി നോക്ക്. ലക്ഷോപലക്ഷങ്ങൾ വരുന്ന കഅബ ഷരീഫിലും മക്കയിലും മദീനയിലും ആ ഹറമൈൻ ഷരീഫൈനിലെ ബാത്റൂമിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ലക്ഷങ്ങളാണ് വരുന്നത്, ദിവസം തോറും ലക്ഷങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത് ആകെപ്പാടൊരു 12 പേര് മാസത്തിൽ കയറുന്നതാ. അവിടെയും കുറച്ച് ഉണങ്ങിയത്, ഇവിടെയും കുറച്ച് ഉണങ്ങിയത്, അവിടെയും കുറച്ച് പൊയില ചുരുട്ടിയിട്ടതുപോലെ കുറേ വീടിക്കുറ്റിയും, ഇവിടെ കുറച്ച് മുറുക്കാൻ തുപ്പലും, ഒരു വാറുപോയ ചെരുപ്പും, 2-3 പഴയ പുകാറ പിടിച്ച ബ്രഷും, കൊട്ടപ്പാക്ക് കച്ചവടത്തിന് പോകുന്ന 2-3 സഞ്ചിയും എല്ലാം കക്കൂസിൻ്റെ സൈഡില. അതൊക്കെ നമ്മൾ കാലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട് വേണം കുത്തിയിരിക്കാൻ. അപ്പോൾ ചിലന്തി അകത്തൂടെ കയറും മുകളിലോട്ട്. കാരണം എന്താ നോക്കുമ്പോഴേ ചിലന്തി വില മൊത്തം ഇപ്പുറത്തിരിപ്പുണ്ട് സംഭവം. 12 പേരെ കയറി ഉപയോഗിക്കത്തുള്ളൂ. 12 കല്ല, പുതിയതാ സംഭവം. പിന്നെ പ്രസംഗിക്കാൻ വരുന്ന ഉസ്താദ് ബാത്റൂമിൽ പോകണമെന്ന് കണ്ട നെല്ല് ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സംഘാടകർ വലിയൊരു ബക്കറ്റ് വെള്ളവുമായിട്ട് ഒരു ചൂലുമായിട്ട് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെ പോലെ ഇങ്ങനെ പോകും സംഭവം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിലും അൽഹംദുലില്ലാ അത് വൃത്തിയാകുമല്ലോ. കക്കൂസ് ഒന്ന് വൃത്തിയാക്കിക്കൂടെ? അത് കമ്മിറ്റിക്കാർ തന്നെ വേണമെന്നില്ല. നിസ്കരിക്കാൻ പോകുന്ന നിങ്ങൾക്ക് തന്നെയാകാം. ഞാനും പല കക്കൂസിലും കയറിയിട്ട് ഞാൻ നോക്കും, കക്കൂസിൽ ഇതിരിപ്പുണ്ടെന്ന്. ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ കഴുകും, എന്താ പ്രശ്നം? നമുക്ക് തന്നെ കഴുകാം. പക്ഷെ ബ്രഷ് പോലും വെക്കൂലല്ലോ, ബ്രഷില്ല, പിന്നെ അങ്ങനെ കഴുകാൻ്റെ സംഭവം. നല്ല നല്ല ബാത്റൂം, നല്ല നല്ല ക്ലോസറ്റുകളാണ്. സൂക്ഷിക്കൂല, കഴുകൂല, വൃത്തിയാക്കൂല, അഴുക്ക് പിടിച്ചു കിടക്കുന്നു. അത് ഈ ജമാഅത്തിലെ കമ്മിറ്റി അംഗങ്ങൾ അത് പോയി പരിശോധിക്കണ്ടേ? ഖുർആൻ പറയുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, വതഹിർ ബൈതിയ ലിത്തായിഫീൻ വൽ ആകിഫീൻ വറുകഇസ് സുജൂദ്. എൻ്റെ ഭവനത്തെ നമസ്കരിക്കുന്നവർക്കും സുജൂദ് ചെയ്യുന്നവർക്കും റുകൂഅ് ചെയ്യുന്നവർക്കും വേണ്ടി എൻ്റെ ഭവനത്തെ നീ ശുദ്ധിയാക്കി വൃത്തിയാക്കി സൂക്ഷിക്കണേ ഇബ്രാഹിമേ. അല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. ഇബ്രാഹിം നബി ഒരു പ്രവാചകൻ. അപ്പോൾ ആ പള്ളിയുടെ ഉത്തരവാദിത്തം വഹിക്കേണ്ടവരാരാണ്?
ആരാണ് ആ പള്ളിയുടെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത്? ഇബ്രാഹിം നബിയെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തെങ്കിൽ സൂറത്ത് തൗബയിലെ ഒരു മഹത്തായ ബൃഹത്തായ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണെന്ന് അല്ലാഹു തന്നെ പറയട്ടെ. ഇന്നമാ യഅമുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹ് വൽ യൗമിൽ ആഖിർ വഅഖാമ الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. അല്ലാഹുവിന്റെ ഭവനമാണ്, പടച്ചവന്റെ പള്ളിയാണ്, അല്ലാഹുവിന്റെ മാലാഖമാർ സാക്ഷ്യം വഹിക്കുന്ന ഗേഹമാ, ആകാശ ലോകത്തുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്ന ഭവനമാണ്. ആ ഭവനങ്ങളുടെ പരിപാലകർ ആരായിരിക്കണം? അതിന്റെ ഖാദിമീങ്ങൾ ആരായിരിക്കണം? അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരായിരിക്കണം? പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്, മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാകട്ടെ ആ പള്ളിയുടെ ഉത്തരവാദിത്തം വഹിക്കേണ്ടവർ. ഇല്ല ഇല്ല, അല്ലാഹുവിനെ കൊണ്ട് മാത്രം വിശ്വസിച്ചത് കൊണ്ട് മതിയാവുകയില്ല. പരിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുകയാണ്, വൽ യൗമൽ ആഖിരി, നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാകട്ടെ ആ പള്ളിയുടെ ചുക്കാൻ പിടിക്കേണ്ടത്, പള്ളിയുടെ കമ്മിറ്റി ഓഫീസിന്റെ താക്കോല് കൈമാറേണ്ടത് അല്ലാഹയെ വിശ്വസിക്കുന്നവരാണ്. ലോകത്തുള്ള സകലമായ മനുഷ്യരും അല്ലാഹയെ വിശ്വസിക്കുന്നവരാ, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ നാളെ ഒരു പുനർവിചാരണയുണ്ടെന്ന് വിശ്വസിക്കാത്തവർ അധികം പേരും നമ്മുടെ നാട്ടിലുണ്ട്. നാളെ ഒരു വിചാരണയുണ്ട്, നാളെ ഒരു പുനർജന്മമുണ്ട്. അവിടെ വിചാരണയാണ്, ഹിസാബാണ്, മീസാനാണ്. അവിടെ സ്വർഗമാണ്, നരകമാണ്. അവിടെ സിറാത്ത് എന്ന പാലത്തിലൂടെ കയറേണ്ടി വരും. അവിടെ വഞ്ചകന്മാരെ പിടിച്ചു നിർത്തപ്പെടും. അവിടെ ധർമ്മവും അധർമ്മവും വേർതിരിയുന്ന സ്ഥലമാണ്. സത്യവും മിഥ്യയും അവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. അവിടെ എന്താണ് ഹക്കും ബാത്തിലും അവിടെ വെല്ലുവിളിക്കുകയാണ്. ആ സന്ദർഭത്തെ, ആ മൈസറ വൻസഭയെ ആരാണോ ഭയപ്പെടുന്നത് അവർക്ക് നിങ്ങൾ പള്ളിയുടെ താക്കോല് കൈമാറണേ. ആഖിറത്തെ ഭയമില്ലാത്തവരുടെ കൈകളിൽ അല്ലാഹുവിന്റെ പള്ളിയുടെ താക്കോല് കൊടുക്കരുതേ, കൊടുക്കരുതേ. പരിശുദ്ധമായ ഖുർആൻ പൊതുസമൂഹമേ എന്നോടും നിങ്ങളോടും നൽകുന്ന താക്കീതാണ്. വിശ്വാസം മാത്രം പോരാ, മൻ ആമന ബില്ലാഹ് പോരാ. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അല്ലാഹു വിശ്വാസമുണ്ട്. അല്ലാഹു വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. പിന്നെ 2-3 ക്വാളിറ്റി പറയുന്നുണ്ട്. എന്തുവന്ന്? വൽ യൗമിൽ ആഖിർ, ആഖിറമുണ്ടടാ, ആഖിറമുണ്ടടാ. പള്ളിയിൽ നിന്നൊരു മുട്ടു സൂചി നീ കടത്തിക്കൊണ്ടുപോയവനാണെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അത് ഹാജരാക്കാതെ ആദമിന്റെ മോനെ നിന്റെ പാദം നാളെ ചലിപ്പിക്കാൻ സാധ്യമല്ല. ഈ ദുനിയാവിൽ വെച്ച് ഏതെങ്കിലും കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തി പരിക്കേൽപ്പിച്ചാൽ പോലും ആ 2 ആടിനെയും മൈസറാ വൻസഭയിലേക്ക് ഹാജരാക്കുകയും കൊമ്പില്ലാത്ത ആടിനോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, ആ കൊമ്പുള്ള ആടിനെ കുത്തി നീ പരിഹാരം കാണണേ, പ്രതിഷേധം തീർക്കണേ, നിന്റെ അവനോടുള്ള വിദ്വേഷത്തിന് തിരശീലയിടണേ എന്ന് നീതിന്യായ കോടതിയുടെ മുന്നിൽ അല്ലാഹു ഈ കാണുന്ന മൃഗങ്ങളെ പോലും ഒരുമിച്ച് കൂട്ടുമെങ്കിൽ ആഖിറത്തെ കൊണ്ട് വിശ്വസിക്കാത്ത ഒരൊറ്റ മനുഷ്യന്റെ കൈകളിലും പള്ളിയുടെ താക്കോല് നിങ്ങളെ ഏൽപ്പിക്കരുതേ. പരിശുദ്ധമായ ഖുർആൻ അത് ഏൽപ്പിച്ചാൽ ഏൽപ്പിക്കുന്നവന്റെ അമലും അല്ലാഹു എടുത്തു കളയും. നമ്മളിപ്പോ കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കുന്നു, നിസ്കാരമില്ല, ഇബാദത്തുമില്ല, വഞ്ചകനും തമ്മാടികളുടെയും കൈകളിൽ നിഷ്പക്ഷമതികളായ ആളുകളെ ഏൽപ്പിക്കുന്നു എങ്കിൽ അവൻ ചെയ്ത തെറ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവന് സപ്പോർട്ട് ചെയ്ത് അധികാരത്തിന്റെ കസേരയിലേക്ക് കയറ്റിയിരുത്തിയ ഈ സാധുക്കളായ നിങ്ങൾ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. മാറി നിൽക്കാൻ പറയും. വാ, ആരാ ഇവരെ കയറ്റിയത്? ആ കമ്മിറ്റിയിൽ സപ്പോർട്ട് ചെയ്തവരും കൈവക്കിയവരും വോട്ട് ചെയ്തവരൊക്കെ ഇങ്ങോട്ട് വാ, മാറി നിൽക്കാൻ പറയും. പാവം പിടിച്ച ആജിയാരും പാവം പിടിച്ച കാക്കായും പാവം പിടിച്ച ഉസ്താവന്മാരൊക്കെ ഇങ്ങനെ വരിക്കി ഇങ്ങനെ നിൽക്കും. എന്തിനാ സംഭവം? ഇവനെ കയറ്റി കമ്മിറ്റിയിൽ കയറ്റി ഇരുത്തി അവൻ അവിടെ നിന്ന് അടിച്ചു മാറ്റി ഒരു പേപ്പർ കഷ്ണം, ഒരു മുട്ടുസൂചി
എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നാളെ ഇത് അള്ളാന്റെ മുന്നിൽ കൊണ്ടുവരണം, ഇല്ലാതെ ഒരു രക്ഷയില്ല. കോടതി അതുകൊണ്ട് അള്ളാഹ് മൻ ആമന ബില്ലാ എന്ന് പറഞ്ഞു നിർത്തിയില്ല. രണ്ടാമത് പറഞ്ഞ വാക്കെന്താ? വൽ യൗമിൽ ആഖിർ, ആഖിറത്തെ കൂടി ഭയപ്പെടണമെന്നാ. തീർന്നില്ല, അത് മാത്രല്ല പറഞ്ഞു, പിന്നെയും പറഞ്ഞ വാക്കണ്ട, ഒന്നും കൂടെ അല്ല വീണ്ടും ഒന്നുണ്ട് അവസാനം പറയുന്നുണ്ട്. വലം യഖ്ശ ഇല്ലല്ലാഹ്, അവർ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടുകയേ ഇല്ല. നമസ്കാരം നിലനിർത്തുന്നവരാകണം. സാമ്പത്തികമായി കഴിവുള്ള കമ്മിറ്റിക്കാരാണെങ്കിൽ അവരുടെ സമ്പത്തിന്റെ 2.5% അള്ളാന്റെ മാർഗത്തിൽ സദഖ ചെയ്യണേ, സകാത്ത് കൊടുക്കണേ. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ ഭവനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത അവർ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരു മഖ്ലൂഖിനെയും ഭയപ്പെടുകയേ ഇല്ല. ഒരു പോയിന്റ് കൊണ്ടല്ല പറഞ്ഞത്, 2 പ്രാവശ്യം അല്ല എടുത്തെടുത്ത് പറഞ്ഞു കമ്മിറ്റിക്കാരെ നോക്കിയിട്ട്. മൻ ആമന ബില്ലാ, അല്ലാഹയെ ആഖിറത്തെ കൊണ്ട് വിശ്വസിക്കണം. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ മറ്റാരെയും പേടിക്കരുത്. 2 പ്രാവശ്യം അല്ല എടുത്തു പറഞ്ഞു. എന്നിട്ടാണ് അവരോട് പറയുന്നത് നിസ്കരിക്കണം, നോമ്പ് കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ. അത് വേറെ. ആദ്യവും അവസാനം അല്ല പറഞ്ഞ വാക്ക് അല്ലാഹയെ പേടിക്കണം, ആഖിറത്തെ പേടിക്കണം. അല്ലാഹയെ പേടിക്കണം, ആഖിറത്തെ പേടിക്കണം. അല്ലാഹയെ അല്ലാതെ മറ്റൊരു ശക്തിയെ നീ പേടിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ പള്ളിയുടെ ഉത്തരവാദിത്തം നിന്റെ കൈകളിൽ അല്ലാഹ് ഏൽപ്പിച്ചത്. അവിടെ അടിച്ചു മാറ്റി അല്ലാഹ് വിടുവോ? നാളെ ഖിയാമത്ത് നാളിൽ ചില ആളുകളുടെ മലദ്വാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടി നാട്ടപ്പെടുമത്രേ. യുൻസബു ഇൻദസ്തി, അവന്റെ മൂലത്തിൽ കൊടി കുത്തി നിർത്തുന്ന ഒരു വിഭാഗം ആളുകളെ. എന്തിനാണ്? ഫയുഖാലു, പറയപ്പെടും, ഹാദിഹി ഗദ്റത്തു ഫുലാൻ ഇബ്നു ഫുലാൻ, ഇത് ഇന്നാരുടെ മകൻ ഇന്നാരെ വേദനിപ്പിച്ചവനാണ്, ഇന്നാരുടെ മകൻ ഇന്നാരുടെ പണം അടിച്ചു മാറ്റിയവനാണ്, ഇന്ന പള്ളിയുടെ പണം കട്ടുമൂട്ടിച്ചവനാണ്, ഇന്ന മസ്ജിദിന്റെ, ഇന്ന മദ്രസയുടെ, ഇന്ന യത്തീംഖാനയുടെ, ഇന്ന അറബി കോളേജിന്റെ, ഇന്ന പഞ്ചായത്തിന്റെ, മുനിസിപ്പാലിറ്റിയുടെ പണം അടിച്ചു മാറ്റിയവനാണ്. അവർക്കുള്ള ശിക്ഷയാണ് മഹ്ശറയിൽ ഒരുമിച്ച് കൂടിയ കോടാനകോടി ജനങ്ങൾ മുഴുവനും ഈ വഞ്ചകനെ തിരിച്ചറിയട്ടെ. അത് തിരിച്ചറിയുന്നതിന് വേണ്ടി അവന്റെ മലദ്വാരത്തിൽ പ്രത്യേകമായ ഒരു കൊടി നാട്ടപ്പെടുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുമ്മാന്നും അല്ല, നല്ല കമുങ്ങ് പോലിരിക്കുന്ന മൂലത്തിൽ കൊതു അല്ലാഹ് അടിച്ചു കയറ്റും. ആ ഒരു കമ്പ് എന്നിട്ട് വലിയൊരു കൊടിയും കുത്തിത്തരും. എത്ര പള്ളിയുടെ എത്ര പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ടോ ക്യൂ നിൽക്കണവരൊക്കെ നാളെ മഹ്ശറിൽ. പള്ളിയുടെ മാത്രമല്ല, പള്ളി, മദ്രസ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, പൊതുസ്ഥാപനങ്ങളിലെ എല്ലാം എണ്ണം വരിക്ക് നിൽക്കണം. ശുഹദാക്കളെ പോലെ അല്ലാഹ് വിടൂല. ശുഹദാക്കൾ ചെയ്ത തെറ്റല്ല മാപ്പ് ചെയ്തു തരും. പക്ഷേ ഹക്കിടപാടുകൾ അത് കൊടുത്തിട്ട് നീ അങ്ങോട്ട് സ്വർഗത്തിൽ പോയാൽ മതി. يغفر للشهيد كل ذنب إلا الدين. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശുഹദാക്കൾക്ക് അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും, പക്ഷേ ഇടപാട് അല്ലാഹു പൊറുക്കുകയില്ല. അതാണ് ഇടപാടിന്റെ വിഷയത്തിൽ അല്ലാഹു ഉത്തരവാദിത്വമില്ല. നീ വ്യഭിചരിച്ചു, തൗബ ചെയ്ത് അല്ലാഹു പുറത്തുതരും. കള്ളു കുടിച്ചു, തൗബ ചെയ്ത് അല്ലാഹു പുറത്തുതരും. നിസ്കരിച്ചില്ല, തൗബ ചെയ്തു, അല്ലാഹുവിനോട് ചോദിച്ചു, പുറത്തു തരാം, അല്ലാഹു പുറത്തു തരാം. പക്ഷേ ഹക്കിടപാട്, പൊതുമുതൽ കൈയിട്ട് വാരി പണം അടിച്ചു മാറ്റി, അത് തീർച്ചയായും അതിന്റെ സ്ഥാനത്ത് നീ കൊടുക്കാതെ അല്ലാഹു പുറത്തരൂല. നീ 10 ഹജ്ജല്ല 100 ഹജ്ജ് ചെയ്താലും ശരി, ഹജ്ജ് അതിന് പരിഹാരമല്ല. ആരുടെയെങ്കിലും പണം വാങ്ങിയിട്ട്, കടം വാങ്ങിയിട്ട് മടക്കി കൊടുക്കാതെ മരണപ്പെട്ടു പോയാൽ ഹജ്ജോ തൗബയോ അതിന്റെ മുന്നിലൊരു പ്രായച്ചിത്തം അല്ലേ അല്ല. ആരാന്റെ ഹക്കടപാടുകൾ പൂർത്തിയാക്കാതെ പരിശുദ്ധമായ മക്കയിൽ കിടന്നാണ് നീ മരിച്ചതെങ്കിലും നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ ആ പാവപ്പെട്ടവന്റെ ഹക്ക് നീ കൊടുത്തു വിടാത്ത കാലത്തോളം ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവർക്ക് പ്രവേശിക്കാൻ അനുവാദമേ ഇല്ല. സാക്ഷാൽ ഷഹീദായവർക്ക് പോലും. പിന്നെ ബാക്കിയുള്ള കാര്യം പറയണോ? പിന്നെ പള്ളിയിൽ നിന്ന് അങ്ങനെ പൈസ അടിച്ച് മറ്റേ പറയണോ? നഊദു ബില്ലാഹ്, അല്ലാഹു അക്ബർ. തീയ മക്കളെ, തീ. എൻ്റെ പൊന്നു മോനെ, നിനക്ക് എത്ര മയത്ത് നിസ്കരിച്ചാലും 100 കണക്കിന് ദുആ ചെയ്താലും അതുകൊണ്ട് യാതൊരു ഗുണം ഉണ്ടാവുകയില്ല.
ഇന്നമാ ഉമ്മാറു മസാജിദില്ലാഹി ഹും അഹ്ലുല്ലാഹി വഖാസതുഹു. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയുടെ ഉത്തരവാദിത്തം ആരാണോ നിറവേറ്റിയത്, ആരാണോ അത് വഹിച്ചത്, അവര് നാളെ പ്രവാചകന്മാരുടെ പട്ടികയിലാണ്. അർശിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായ സിംഹാസനം പണിത് കൊടുക്കുകയും ആ സിംഹാസനത്തിൽ അവർ ഉപവിഷ്ടരായിരിക്കുകയും അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവരുമാണവർ. ആര്? ഇന്നമാ ഉമ്മാറു മസാജിദില്ലാ, അല്ലാഹുവിന്റെ പള്ളികൾ അല്ലാഹയെ ഭയന്നുകൊണ്ട് ഭരണം നിലനിർത്തിയവർ, പരിപാലിച്ചവർ, ഖിദ്മത്ത് ചെയ്തവർ, അവർ അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ദാസന്മാരത്രേ. ഹും അഹ്ലുല്ലാഹി വഖാസത്തുഹു. അവർക്ക് നാളെ അർശിന്റെ തണലാണ്. അർശിന്റെ തണൽ കൊടുക്കും അല്ലാഹു തആല. അള്ളാന്റെ വീടാണ്, അള്ളാന്റെ പള്ളിയാണ്. പണ്ടൊക്കെ മഹാന്മാരായ സാലിഹ്യങ്ങൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് പോകുമ്പോ ചെരുപ്പിടുന്നതിന് മുമ്പ് കാലൊക്കെ ഒന്ന് തള്ളി കുടഞ്ഞ് കാലിന്റെ അടിയിലത്തെ മണ്ണൊക്കെ ഇങ്ങനെ കുടഞ്ഞിട്ടേ ചെരുപ്പിടുള്ളൂ. എന്ത്? പള്ളിയിലത്തെ മുറ്റത്തെ പൊടിയെങ്ങാനും എൻ്റെ വീട്ടിൽ വരാതിരിക്കാൻ വേണ്ടി അത്രയ്ക്ക് സൂക്ഷിക്കുമായിരുന്നു. അത്രയ്ക്ക് സൂക്ഷിക്കാൻ. ഇപ്പൊ പള്ളിയിൽ നിന്ന് ചെരുപ്പ് തന്നെ അടിച്ചുകൊണ്ട് പോവാ. ഇനി അവന്റെ മണ്ണ് തടക്കാൻ പോകുന്നത്. ഇവൻ വല്ല ഗൾഫിൽ നിന്നാണ് കുറച്ച് വരും, അല്ല 100-400 റിയാലിൻ്റെ ഒക്കെ ചെരുപ്പ് മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കാണും വെച്ച് അള്ളാഹുവെ പഠിച്ചവനെ ആദ്യമായിട്ട് നമ്മുടെ പള്ളിയിൽ പോവല്ലേ, വർക്കത്തായിട്ട് നല്ല എരിപ്പിൽ തന്നെ ഇട്ടുകൊണ്ട് പോകാമെന്ന്. പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തെ ആ സ്ഥാനത്ത് 2 തേഞ്ഞ് മാഞ്ഞ് എക്സ്പയർ 2 സിൽപ്പർ കാണും ഓടിയിരിക്കുന്നത്. പോയി 4000 രൂപയുടെ സാധനം പോയി. അപ്പം പിന്നെ ഉസ്താദ് ചെരുപ്പ് പോയിട്ട് ദുആ അർപ്പിച്ച ഒരേ ഒരു വ്യക്തി എൻ്റെ അടുത്ത് ഒരാളെന്ന് പറഞ്ഞു. അവൻ്റെ ചെരുപ്പ് കാണാതെ പോയി. 7000 രൂപയുടെ ചെരുപ്പായിരുന്നു ദുആ അറക്കാൻ പറഞ്ഞ. ഒരു ചങ്ങാതി എന്നോടൊന്ന് പറഞ്ഞ് ദുആരെന്ന് കിട്ടി കേട്ടോ, ദുആരെന്ന് കിട്ടി. അതാണ്. അല്ല അവൻ്റെ ഒരു വിശ്വാസം ഭയങ്കര വിഷമം. ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ആ ചെരുപ്പ് വാങ്ങണം. ഷൂ വാങ്ങി 7000 രൂപയുടെ. പിന്നെ ഞാൻ പള്ളിയിൽ അനൗൺസ്മെൻ്റ് അത് മേടിച്ചോ മര്യാദ കൊണ്ട് കൊടുത്തോ, കാലിൽ കൂടെ പുക കയറുമെന്ന് പറഞ്ഞു. പിന്നെ 3 ആഴ്ച കഴിഞ്ഞ് കൊണ്ടിട്ട് പള്ളിയിൽ. വന്നിട്ട് പറഞ്ഞ ഉസ്താദെ കിട്ടിയെന്ന്. അൽഹംദുലില്ലാഹ് സന്തോഷമായിരുന്നു. അത് ചിലരുടെയൊക്കെ ആഗ്രഹമല്ല. 2000-3000 രൂപ കൊടുത്തിട്ട് 2 ദിവസം പോലും ഇടാൻ പറ്റാതെ അത് ആരെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടുപോയാൽ ഇവനൊക്കെ നാളെ മനുഷ്യരെ കൊണ്ടുവരേണ്ട ഈ ചെരുപ്പെല്ലാം. ഇത് കൊണ്ടുവരാതെ സ്വർഗത്തിൽ കയറാൻ പറ്റുമോ? പറ്റൂല, ഒരിക്കലും പറ്റൂല. അതുകൊണ്ട് പള്ളിയിലത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് നമ്മുടെ കൈവശമായിപ്പോയാൽ, ഇപ്പോൾ ചില ആളുകൾ അവിടെ പോയിരുന്നിട്ട് ചുമ്മാ കമ്മിറ്റി ഓഫീസിൽ പോയിരിക്കും, പേനയൊക്കെ ഒരിക്കലും എടുത്ത് വെച്ച് ചുമ്മാ വരച്ചോണ്ടിരിക്കും, വെറുതെ വരച്ചോണ്ടിരിക്കും. ഇതോടെ മറ്റേ അസ്മാടയും മറ്റേ സുലൈമാൻ്റെ കല്യാണക്കാരൊക്കെ എന്തായി? തലാക്കാർ ഒരു പേപ്പറും തന്നില്ല, അവർ പള്ളിയിൽ നിന്ന് അയച്ചെടുത്തു. ഇവൻ ചുമ്മാ വെറുതെ വരച്ചോണ്ടിരിക്കുക. ഈ 3 മിനിറ്റ് 4 മിനിറ്റ് ഈ പേന കൊണ്ട് വരച്ച് അത്രയും മഷി പാഴാക്കിയതിന് അള്ളാൻ്റെ മുന്നിൽ സമാനം പറയണം. കാരണം എന്താ? ബൈത്തുൽ മാലിലെ പേനയാണ്, എൻ്റെ പോക്കറ്റിലെ പേന അല്ല. പള്ളിയിലെ പേന ഇവനെ കളം വരയ്ക്കാനുള്ള അല്ല സംഭവം. മനസ്സിലായില്ലേ? ഇതെടുത്ത് വെച്ചിട്ട് വരച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ച് ഈ മഷി കളഞ്ഞതിൻ്റെ പേരിൽ അള്ളാൻ്റെ മുന്നിൽ സമാനം. ഭയങ്കര ഹിസാബ് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞ കാര്യമല്ല. ഹിസാബിനെ കുറിച്ച് മാത്രം സംസാരിക്കണം. നമ്മൾ പേടിച്ചു പോകും, 1 മണിക്ക് നിൽക്കില്ല. ഞങ്ങളൊക്കെ ഇമാമത്ത് ഭയങ്കര പേടിച്ചല്ലേ നിൽക്കുന്നത്. ആദ്യം പൊക്കുന്ന മൊയ്ലിയാക്കന്മാരല്ലേ, അതല്ലേ ഭയങ്കര പേടി. നമ്മളാകെ കുടുങ്ങി കിടക്കല്ലേ. പിന്നെ നമ്മൾ ഉള്ളതാണ് ഒക്കെ പറയണ്ടേ. ഒയിലാരാന്നും പറഞ്ഞ് പറയാതിരിക്കാൻ പറ്റുമോ? ഭയങ്കര പേടിച്ചിട്ടാ. എപ്പോഴും ഏറ്റവും വലിയ നരകം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇവർക്കാണെന്നാണ് പറയുന്നത്. അല്ലോ ഭയങ്കര പേടി. ഒരു ദിവസം രാത്രി ഞാൻ കരഞ്ഞു പോയി, പഠിച്ചനെ പേടിച്ച് ഈ പണിയെ നിർത്തിയാലോ എന്ന് ആലോചിച്ച് പോയി. ശനി കച്ചവടത്തിന് പോലും കുഴപ്പമില്ല, ഹലാലായിട്ട് കച്ചവടം ചെയ്തൂടെ? ഹലാലായിട്ട് കച്ചവടം ചെയ്തൂടെ? നല്ല ഇടി കിട്ടായിരിക്കുമല്ലോ ആഖിറത്തിൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ മൊയ്ലിയാക്കന്മാർ കണ്ട് ഇടി കിട്ടാൻ നോക്കിയിരിക്കുക നാട്ടുകാർ, ഒന്ന് കണ്ട് ചിരിക്കാൻ. ആണ് കൊടറാ കാണാൻ കൊണിച്ചിരിച്ച് രണ്ടോടെ കൊടു അല്ലാതെ പാവം പിടിച്ചവനൊന്നും ചെയ്യല്ല അല്ലാ എന്ന് പറയാൻ പോലും ആരുമില്ലല്ലോ. അവിടെ ചോദിച്ചു വാട്സാപ്പിനകത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുമ്പോൾ അവൻ ആവശ്യം തന്നെയാണ്, അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്, നല്ല കൊടുക്കണം അല്ലേ? അങ്ങനെ ആഗ്രഹിക്കരുത്. ഒരാൾക്കൊരു വിഷമം വരാൻ നമ്മൾ പറയരുത്. എന്നെക്കുറിച്ച് എത്രയോ പേര് മോശമായിട്ട് പറയും. പറയട്ടെ, അവനും അല്ലാഹ് ആയിക്കോട്ടെ, നമ്മളെന്തിനാ പറയാൻ പോകുന്നത്? അവനും അല്ലാഹും ആയിക്കോട്ടെ, പടച്ചവനാണ് അവനെ തീരുമാനിക്കുന്ന റബ്ബ്. നമ്മൾ പരിശുദ്ധമായ ഖുർആനും ഹദീസും മുതൽ സംസാരിക്കുന്നു, ചർച്ച ചെയ്യുന്നു. വാട്സപ്പിലൂടെയൊക്കെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വളരെ വിഷമമായിട്ട് എനിക്ക് കേൾക്കേണ്ടി വന്നു. വളരെ നികൃഷ്ടമായ നിലയിൽ ചില ഹദീസുകൾ എടുത്തുകൊണ്ട് ഞാൻ ചില ആയത്തുകളും ഹദീസുകളും സംഭവങ്ങളും പറഞ്ഞതിനെ നികൃഷ്ടമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ചില വാട്സപ്പുകൾ, അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഭാഷ കേട്ടിട്ട് മലപ്പുറംകാരാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് അവിടെ പോയി ഞാൻ കൊടുത്തോളാം, നല്ല കേസ് ഞാൻ കൊടുത്തോളാം. സംഭവം വളരെ നികൃഷ്ടമായിട്ട് ഒരാളെ ഒരു നികൃഷ്ടമായ ഭാഷ കേൾപ്പിക്കാൻ ആരാണോ അതിന് തയ്യാറായത്, ആ അറബി മണ്ണിൽ നിന്ന് ഈ മുഴുവൻ പേരും 1000-ങ്ങളും 10,000-ങ്ങളും കേൾക്കുന്നതിൻ്റെ മുഴുവൻ ശിക്ഷ അവൻ അനുഭവിച്ചേ ചാവത്തുള്ളൂ, ശൈത്താൻ ആരായാലും. ഹദീസ് ഓതിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ആ ഹദീസിനെ നികൃഷ്ടമായിട്ട് കാണുന്നു, ഹദീസിനെ നിന്ദ്യമായിട്ട് അവൻ കാണുന്നു, അതാരായാലും ശരി.
ആഖിറത്തിൽ അനുഭവിക്കേണ്ടി വരും. ഒരു നന്മയ്ക്ക് വേണ്ടി. ഇപ്പം ഞാനിപ്പോൾ ഒരു വ്യഭിചാരം ഹറാമാണെന്ന് പറഞ്ഞു, ഞാൻ വ്യഭിചരിക്കുന്നു, അതിൻ്റെ പേരിൽ ഞാനും അള്ളാഹയും തമ്മിലുള്ള ബന്ധമാണ്. പക്ഷേ ഈ ഉമ്മത്തിനെ മുഴുവനും നമുക്ക് അതിൻ്റെ പേരിൽ അയാൾ പറഞ്ഞ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഉമ്മത്തിനെ മുഴുവനും നമ്മൾ അങ്ങനെ പറയാം, അത് തെറ്റല്ലേ? അത് വാട്സപ്പിലൂടെ വെറും വൃത്തിഹീനമായ നിലയിൽ എത്ര പെണ്ണുങ്ങൾ കേൾക്കും, എത്ര ആണുങ്ങൾ കേൾക്കും, നാട്ടിലുള്ളവർ മുഴുവൻ കേൾക്കും. ആ മീലിയാർ അവന് അയാൾക്ക് ഇത് വേറെ പറയാൻ പറ, വഴിയിൽ അയാൾക്ക് വേറെ, അത് ഏത് ബെഡായി അടിച്ചുവിടുക, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത വാക്കുകൾ, എത്ര നെറികെട്ട വാക്കുകളാണ് പറയാം. അസ്തഗ്ഫിറുല്ലാഹ് അൽ-അലീം. ഇതൊക്കെയാണ് സംഭവം. വേറെ ഒരു ജോലിയില്ല. ഇവനൊന്നും ജീവിതത്തിൽ ബർക്കത്ത് കിട്ടാത്തതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ആവശ്യമില്ലാതെ അത് നമ്മൾ ഫോർവേഡും ചെയ്യരുത്, അത് നമ്മൾ മറ്റൊരാളെ കേൾപ്പിക്കുകയും ചെയ്യരുത്. അതാണ് വേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇമാമിനോട് ചോദിക്കും, മുഅദ്ദിനോട് ചോദിക്കും, മുതഅല്ലിമീങ്ങളോട് ചോദിക്കും, പ്രസിഡന്റിനോട് ചോദിക്കും, സെക്രട്ടറിയോട്, കമ്മിറ്റി അംഗങ്ങളോട് ചോദിക്കും, നിസ്കരിക്കാൻ വരുന്നവരോട് ചോദിക്കും. എല്ലാവരോടും ചോദ്യമുണ്ട്. ആരും രക്ഷപ്പെടാൻ പറ്റൂല. ഭയങ്കര പേടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ഹിസാബിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, നബിയെ, അള്ളാഹ് പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലഘുവായിട്ട് വിചാരണ ചെയ്യുമെന്ന് അള്ളാഹ് പറഞ്ഞല്ലോ, പിന്നെന്തിനാ ഇവരെ ഇങ്ങനെ ഇടങ്ങേറാക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആയിഷ, ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ വെറുതെ ഓരോരുത്തരുടെ ഗ്രന്ഥം എടുത്ത് വെച്ചിട്ട് അള്ളാഹ് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് വിടലാണ്. ചില പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ച് എമിഗ്രേഷനിലൊക്കെ പോകുമ്പോഴേ ചുമ്മാ ഇങ്ങനെ നോക്കിയിട്ട് വലിയ എത്ര പഠിച്ച സ്കൂളിലടുത്ത് എന്താ ജോലി, എന്താ പരിപാടി എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ ന്യായമൊന്നും പറയാതിരുന്ന അതെല്ലാം പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ അടിച്ചു വിടും. കൂടുതൽ ന്യായം പറയാവുന്ന അമ്മ അങ്ങോട്ടും മറിച്ച് അവിടെ മറിച്ച് കൊണ്ടിച്ച് രജിസ്റ്ററുണ്ടോ അതുണ്ടോ ഇതുണ്ടോ അതിനകത്തോട്ട് കുത്തിയിട്ട് ആകെ ഇടങ്ങേറായി നമ്മളെ പോയി അങ്ങോട്ട് മാറുന്നില്ല, ഇപ്പോഴേ പോകേണ്ട വരട്ടെ തീർന്ന കുടുങ്ങി. അപ്പം പിന്നെ വേർക്കാൻ തുടങ്ങും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാളെ ചോദിക്കാൻ നിന്നാൽ അവനെ രക്ഷപ്പെടാൻ പറ്റില്ല ആയിഷ. പക്ഷേ ഈ ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏടൊക്കെ നോക്കിയിട്ട് മറിച്ച് നോക്കിയിട്ട് യാ അള്ളാഹ് പോട്ടെ എന്ന് പറഞ്ഞു വിടാം, അവൻ്റെ ഔദാര്യാണ്. അതാണ് അള്ളാഹ് ലഘുവായ വിചാരണ എന്ന് പറഞ്ഞത്. പക്ഷെ അതും അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. അതിൽ വല്ല അപാകതകളോ ന്യൂനതകളോ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം. പക്ഷെ ആരാൻ്റെ ഹക്ക് അടിച്ചു മാറ്റി മോഷ്ടിച്ചു അത് മടക്കി കൊടുക്കാതെ ഖബർ മുതൽ എൻ്റെ പൊന്നുമോനെ തങ്ങളുപ്പാപ്പ വന്ന് എൻ്റെ മയ്യത്ത് സ്കരിച്ചെന്ന് പറഞ്ഞാലും രക്ഷയില്ല. പ്രതീക്ഷിക്കുക വേണ്ട, ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. എത്ര പേര് നിനക്കോട് ദുആ ചെയ്താലും പ്രതീക്ഷിക്കുക വേണ്ട. കാരണം എന്താ? ഹക്ക്, ആരാന്റെ ഹക്ക് നിന്റെ ശരീരത്തിലുണ്ട്, അത് കൊടുത്തു വീട്. സ്വർഗത്തിൽ കയറാൻ പറ്റൂലല്ലോ. ഒരു മഹാനവറുകൾ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ അനുയായികളെ അദ്ദേഹം സ്വപ്നത്തിൽ കാണുകയാണ്. അവർ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, അല്ലാഹു നിങ്ങളോട് എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തിയത്? ഖാല, അദ്ദേഹം പറഞ്ഞു, ഖൈറാ ഇല്ല അന്നി മഹ്ബൂസുൻ ബിബ്റാ ഇസ്തഅർതുഹാ വലം അറുദ്ദഹാ ഇലൈഹി. പക്ഷേ ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് സഹോദരങ്ങളെ. കാരണം എന്താണ്? ബിബ്റത്തിനൊരു മുട്ടുസൂചിയുടെ പേരിലാണ്. അത് അയൽപക്കത്ത് നിന്ന് ഞാനത് കടം വാങ്ങി, ഫലം അറുദ്ദഹാ ഇലൈഹി, അത് മടക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിനു മുമ്പ് ഞാൻ മരണപ്പെട്ടു പോയി. അതിന്റെ പേരിൽ അന്നി മഹബൂസുൻ അനിൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ഞാൻ ബുദ്ധിമുട്ടുകയാണ്. നല്ല മനുഷ്യൻ 60 വർഷക്കാലം അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് എടുത്തൊരു മനുഷ്യനാണ്. കൂടുതൽ ഭക്ഷണം കഴിക്കൂല അള്ളാഹെ പേടിച്ചിട്ട്, ഉറക്കമില്ല അള്ളാഹെ പേടിച്ചിട്ട്. 60 വർഷക്കാലം മെത്തയിൽ പോലും ഉറങ്ങിയിട്ടില്ല അള്ളാഹെ പേടിച്ചിട്ട്. അങ്ങനെ പേടിച്ച ഒരു മനുഷ്യൻ മരിച്ചുപോയി. ഖബറിനകത്ത് കിടക്കുന്നു. കൂട്ടുകാരെ സ്വപ്നത്തിൽ കണ്ടു. എങ്ങനെയുണ്ട് ഖബറിൽ നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ, അന്നി മഹബൂസുൻ അനിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുന്നില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. കാരണം എന്താ? ഇബ്റത്തിൻ, അയൽപക്കത്തു നിന്നൊരു സൂചി ഞാൻ കടം വാങ്ങി അത് മടക്കി കൊടുക്കാൻ മറന്നുപോയി. ആ ഒരൊറ്റ കാരണത്താൽ. നമ്മൾ സൂചിയാന്നോ നൂലാന്നോ എടുത്തത്? കമ്പിപ്പാര അടിച്ചു മാറ്റിയത്. കമ്പിപ്പാര, നൂലും സൂചിയൊന്നും അല്ല, കമ്പിപ്പാര. എവിടെ കൊണ്ട് തീർക്കും ഇതെവിടെ കൊണ്ട് തീർക്കും? സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? അള്ളാന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? ഹൂർലിങ്ങളെ കാണാൻ പറ്റുമോ? നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കടം വിട്ടുന്നല്ലോ വല്ല ഉറപ്പുണ്ട് നിങ്ങൾക്ക്? എൻ്റെ വാപ്പാടെ കടം മൊത്തം എല്ലാവരും മരിച്ചു കഴിയുമ്പോൾ മയ്യത്തിൻ്റെ അരികെ വന്ന് ഇന്ന് പറയും, വാപ്പിച്ചാടെ വല്ല കടം ഇടപാടുകളുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ കൊള്ളാം, അഞ്ഞു വാ, പള്ളിയിൽ നിന്റെ വാപ്പ 1.25 ലക്ഷം അടിച്ചു മാറ്റി മര്യാദ കയറാന്ന് പറയും. അതെനിക്കറിയത്തില്ല, അതുകൊണ്ട് വാപ്പ അടുത്ത് പോയി ചോദിച്ചോ എന്ന് പറയും. തെളിവൊന്നുമില്ല, അടിച്ചു മാറ്റി, നീ വെറുതെ ആരോപിക്കുകയാണ്. മക്കൾ അടയ്ക്കുമോ സുഹൃത്തെ? മക്കൾ അടയ്ക്കുമോ? ഉദാഹരണം പറഞ്ഞാൽ ആരടയ്ക്കാനാ? ഇതൊക്കെ ചുമ്മാ പറച്ചിലടക്കമുള്ളൂ. പള്ളി മയ്യത്തിൻ്റെ മുന്നേ വെച്ച് ഞാൻ അടച്ചോളം, എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചോളി, നിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചോളി എന്ന് പറഞ്ഞാൽ 3-ാം പാത്തി കഴിഞ്ഞ് എല്ലാവരും ചെമ്പുമായിട്ട് വരും, വെറുതെ പൈസ എന്നും പറഞ്ഞിട്ട്. ഇവ എന്ത് ചെയ്യും?
പിന്നെ പറയേണ്ട ഒരു ബാധ്യത എന്നല്ല അങ്ങ് പറയുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാപ്പാൻ്റെ ഖബർ സന്തോഷമാണെങ്കിൽ ആ മക്കൾ ആ ഹക്കിടപാട് തീർക്കണം. അതിൻ്റെയൊക്കെ ഒരുപാട് അതിഥിയാണ്. അത് ഞാൻ ആ തേവലക്കരയിൽ അവിടെ പ്രസംഗിച്ചപ്പം ഞാൻ പറഞ്ഞത് 3 കടമകൾ. ഒന്ന് ഹുക്കൂഖുള്ള, അള്ളാഹയോടുള്ള കടമ, ഇസ്ലാമിൻ്റെ കടമകളാണ്. 2 ഹുക്കൂഖുൽ ഇബാദി ഫിൽ മുആമല, ഇടപാട് കൊടുക്കൽ വാങ്ങലിലെ കടമകൾ. അതൊരുപാടുണ്ട് ഹദീസ്, അതൊരു ദിവസം അത് പറയണം. 3-ാമത് ഹുക്കൂഖുൽ ഇബാദി ഫിൽ മുആശറ, ഈ ഇരിക്കുന്ന കുടുംബിനികളുമായുള്ള ബന്ധം, ഭാര്യ ഭർത്താക്കന്മാര്, അയൽവക്കക്കാര്, രക്തബന്ധുക്കൾ തമ്മിലുള്ള ബന്ധം. ഈ ബന്ധങ്ങൾ സുദൃഢമാകണം. ഈ 3 ബന്ധങ്ങൾ റെഡിയായെങ്കിലേ നമുക്ക് നാളെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇല്ല എങ്കിൽ പറ്റൂല. നിസ്കാരമൊക്കെ എല്ലാവരും അങ്ങ് നടത്തും, ഭയങ്കരമായിട്ട് ഉഷാറായിട്ടൊക്കെ നിസ്കാരമൊക്കെ നടത്തും. അതൊക്കെ സംഭവം ശരി തന്നെ, അതൊക്കെ ഇരിക്കട്ടെ, അത് അല്ലായിട്ടുള്ള ബന്ധമാണ്. പക്ഷേ ഹക്കിടപാടുകളും രക്തബന്ധങ്ങളും തമ്മിലുള്ള ഇടപാടുകളും അതൊക്കെ നമ്മൾ പൂർത്തീകരിച്ചു കൊണ്ട് വേണം നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറാകാൻ. ഗൾഫിലേക്ക് പോയി അറബിയുടെ പൈസ അറിയാതെ അടിച്ചു മാറ്റി കൊണ്ടുവന്നു, അത് മടക്കി കൊടുക്കണം. അല്ലെങ്കിൽ മൂപ്പിലാനെ വിളിച്ച് നമ്മളൊരു പൊരുത്തം വാങ്ങണം. അറബിയിൽ എവിടുന്നെങ്കിലും വിളിച്ചാൽ മതി, ഒരു പൊരുത്തം വാങ്ങിയാലേ. ഞാൻ ഞാൻ അറിയാതെ അന്ന് എടുത്തു പോയി, യാഹി വഅഫ്വന്നി, എനിക്ക് നീ പൊരുത്തപ്പെട്ട, മാലിഷ് യാഹി അള്ളാഹി ഖല്ലിക്ക്, മാലിഷ് അള്ളാഹ് റഹം വാലിദൈകി യാഹി പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് മാലിഷ് ഇൻഷാ അല്ലാഹ് യാ അല്ലാഹ് ഖല്ലി യാ അല്ലാഹ് എന്നവൻ പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. അങ്ങനെ മാലിഷ് നിനക്ക് മാപ്പ് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. പൊരുത്തം വാങ്ങിക്കോ. ഇല്ല എങ്കിൽ നീ അവനോട് പോയി പൊരുത്തം വാങ്ങണം, ചോദിച്ചു വാങ്ങണം. ഇല്ലെങ്കിൽ എൻ്റെ പൊന്നു സഹോദരനെ സ്വർഗത്തിൽ പോയി രക്ഷപ്പെടാൻ പറ്റൂല. അതീതികളൊക്കെ വേറെ ഉണ്ട്, നമ്മൾ ഉറക്കം കിട്ടുമോ, അതുകൊണ്ട് ഞാനൊന്നും ഇനി പറയുന്നില്ല. അതൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നങ്ങളാണ് സംഭവം. അപ്പോൾ 1 രൂപയോ ഒരു മുട്ടുസൂചി, അതിനപ്പുറത്ത് ചെറിയ സാധനം വരെയതല്ല, അതുപോലെ നമ്മൾ എടുത്തു മാറ്റിയാൽ സ്വർഗത്തിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വീട്, പള്ളി അത് വൃത്തിയാക്കണം. നമ്മൾ പല പള്ളികളിലും ചെലന്തി വല പിടിച്ച് കിടക്കുകയാണ്. അള്ളാഹുവേ, അത് മുസല്ല നിസ്കരിക്കുന്നത് മൊത്തം പൊടിയാണ്. അങ്ങോട്ട് സുജൂദ് വെച്ചാൽ ഒരു സുജൂദിന് തലയങ്ങോ നെറ്റി അങ്ങോട്ട് വെച്ചാൽ ഒരുമാതിരി മണപ്പുറത്ത് പോയിട്ട് കടപ്പുറത്ത് പോയിട്ട് സുജൂദി തലയ്ക്ക് വെക്കുന്ന പോലെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പൊടിയാണ്. അതൊക്കെ ഒന്ന് അടിച്ച് തൂത്തുവാരി വൃത്തിയാക്കണം. ബാത്റൂമുകൾ എല്ലാ വെള്ളിയാഴ്ച രാവ് കമ്മിറ്റിക്കാരടക്കം ബാത്റൂം ഒന്ന് കഴുകണം. കമ്മിറ്റിക്കാരൊക്കെ വിളിച്ചു കൂട്ടണം, ഒന്ന് കഴുകണം. പള്ളിയുടെ മയ്യത്ത് ശ്മശാനം അതൊന്ന് വൃത്തിയാക്കണം. കാടുകളൊക്കെ എടുത്തു മാറ്റി ഒന്ന് വൃത്തിയാക്കണം. വലിയ കാടുകളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതൊക്കെ പള്ളിയുടെ ഉത്തരവാദിത്തം. ചെറുപ്പക്കാരുണ്ട്, അവരൊക്കെ വിളിക്ക്, കൂലി കിട്ടും, അള്ളാന്റെ കൂലിയാ. എന്താ വലിയ കൂലി? പള്ളി വൃത്തിയാക്കിയാൽ, പള്ളിയിൽ കിടക്കുന്ന മാലിന്യങ്ങൾ എടുത്തു കളഞ്ഞാൽ അവർക്ക് കിട്ടുന്ന കൂലി ഹൂറുല്ലീങ്ങളെ അള്ളാഹ് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും, ഫ്രീ ആയിട്ട്. മഹ്റ, മനസ്സിലായ? ഇവിടെ ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ 50 ഗ്രാം കൊടുക്കണം, 35 ഗ്രാം കൊടുക്കണം. 35 ഗ്രാം മഹറിന് സലീനായെ ഞാൻ കല്യാണം കഴിച്ച് തൃപ്തിപ്പെട്ടു, അൽ-ഫാത്തിഹ. അത് ഇവിടുത്തെ ഓഞ്ഞ സാധനത്തിന് വേണ്ടിയിട്ട് 35 ഗ്രാം കൊടുക്കണം. അവിടെ അല്ല ഹൂർലിയ സാധനം, തിളങ്ങും ഇങ്ങനെ. അവിടുന്ന് വരുന്നാണ്ട മുത്ത് വരുന്ന പോലെ. അള്ളോ പടച്ചവനെ റബ്ബെ, ഇതെനിക്ക് എത്ര റിയാൽ കൊടുത്താൽ കിട്ടും, എത്ര ദിർഹം കൊടുക്കണം അല്ലാ, ഞാൻ എത്ര സ്വർണം കൊടുക്കണം അല്ലാ. നീ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പള്ളിയിലെ ഹൗള് കഴിയതിൻ്റെ ഫോട്ടോ അല്ലാ അവിടെ കൊണ്ടുവരും. പഴയ CD മങ്ങിയതായിരിക്കും, കാരണം 1922 കഴിയതാണ്. അതിങ്ങനെ നീ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ട് കഴുകുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഹൂർലിങ്ങൾ അള്ളാഹ് എനക്ക് അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചിരുന്നു. അതാണ് മഹർ. ബാത്റൂം കഴുകുന്നു. ഒരു ചങ്ങാതി, ഒരു ചെറുപ്പക്കാരൻ ബാത്റൂം കഴുകി വൃത്തിയാക്കി ഇടുന്നു. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം. ഡിഗ്രിക്ക് പഠിക്കുന്നവനാണ്, ചെറുപ്പക്കാരനാണ്, വാട്സപ്പായിട്ട് കളിക്കേണ്ടവനാണ്. നോക്ക്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്ന് കക്കൂസ് കഴിവ്. എന്നിട്ടാകുമ്പോൾ ഉടനെ ഒരു സെൽഫി എടുത്ത്, കക്കൂസ് ചെയ്യുന്നതുകൊണ്ട് ബ്രഷും പിടിച്ചുകൊണ്ട് സെൽഫി എടുത്തിട്ട് ഉടനെ എടുത്താൽ കിട്ടും. സംഭവം അതല്ലേ സഹിക്കാൻ കത്ത്. കഴുകി അള്ളാഹ്ക്ക് വേണ്ടി കഴുകി നീ ദുആരുന്ന പോലല്ല ചെയ്യുന്നത്. ഉടനെ അവിടെ ഞാൻ തന്നെ കക്കൂസ് എഴുതുന്നുണ്ട്, അതിൽ ആവശ്യമുള്ളവർ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സെൽഫി എടുത്തിവിടെയാണ്. എന്ത് ചെയ്യുന്ന നന്മയും നമ്മൾ ഉടനെ ഒരു ഫോട്ടോ എടുത്ത് അങ്ങോട്ട് ഇടാം. അതോടെ അമൽ അങ്ങോട്ട് പോയില്ലേ? അപ്പം നമ്മളതൊക്കെ കഴുകി വൃത്തിയാക്കി. ഒരു ചെറുപ്പക്കാരൻ സുബൈക്ക് മുമ്പേ വന്ന്, അല്ലെങ്കിൽ ഇഷ കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ ഒറ്റയ്ക്ക് ആരും കാണാതെ കഴുകി വൃത്തിയാക്കി, ആർത്തും പറഞ്ഞില്ല. അള്ളാഹ് അത് ഇഷ്ടപ്പെട്ട ആ പറന്നു വരുന്ന ഹോറിയെ ഇങ്ങോട്ട് പിടിച്ചിട്ട് നിന്റെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിക്കും. അള്ളാഹ് മഹറൊന്നും വേണ്ട, മഹറായി 22 രൂപയുടെ ബ്രഷ് നിങ്ങളുടെ നാട്ടിലത്തെ, അതാ മഹർ. വയ്ക്കോ, വിട്ടോളം പറയും. നാളെ മുതൽ എടുത്തോ ഓരോ ബ്രഷ്. അൽഹംദുലില്ലാ, ഹോറികളെ വേണമെങ്കിൽ ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ കഴിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഇൻഷാ അല്ലാഹ് ബുക്കിംഗ് കാണും ഇഷ്ടം പോലെ. അപ്പം അതുകൊണ്ട് എടുത്ത ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. നല്ലതാണ്. അള്ളാഹ് തൗഫീക്ക് തരട്ടെ, അള്ളാഹ് തൗഫീക്ക് തരട്ടെ. അള്ളാഹ് ഇത്രയും പ്രസംഗം 2 മണിക്കൂറായി, ഞാൻ അറിഞ്ഞില്ല സംഭവം ഇങ്ങനെ അങ്ങ് പോയത്. പള്ളിയിലെ കാര്യമൊന്നും പറഞ്ഞാൽ ഇനിയും തീരുമില്ല, ഇനിയും നിൽക്കുകയൊന്നുമില്ല. അത് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ പാവപ്പെട്ട ചെറുപ്പക്കാർ, ആ കുട്ടികൾ സംഘടിപ്പിച്ച മർഹബ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അവർ പറഞ്ഞ ഒരു 150ഓളം ക്യാൻസർ രോഗികൾ ഇവിടെ ഉണ്ട്. കേട്ട ഭയങ്കര വിഷമമായിപ്പോയി.